റിസോർട്ടിലേക്കുള്ള പർച്ചേസ് മുഴുവനും ഞാനും ചേട്ടനും കൂടെ തന്നെ പോയിട്ട് എടുത്തത്. നമ്മുടെ റിസോർട്ടിന്റെ UPVCയുടെ വർക്ക് മുഴുവൻ ഫിറോ വിൻഡോസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വർക്കാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ വർക്ക്ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് അതൊന്നെല്ലാം ഒന്ന് കണ്ടു നോക്കാവേ. നമുക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഫിറോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഞാൻ കണ്ടത് കേട്ടോ. നമ്മൾ ഈ UPVC വിൻഡോയ്ക്കൊക്കെ ഓർഡർ കൊടുത്തു, അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കയറിയേക്കുവാണ്. ഇതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ഏതാണെന്ന് വെച്ചാൽ അത് ആദ്യം സെലക്ട് ചെയ്യണം. അത് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു പ്രൊഫൈൽ, ഇപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് പ്രൊഫൈൽസ് ഓരോന്നിനും വരുന്നത്. ഇപ്പോ നമ്മുടെ ഓപ്പണിംഗ് ടൈപ്പ് ആണ്, സ്ലൈഡിംഗ് ടൈപ്പ് അതിനനുസരിച്ചുള്ള നമ്മുടെ പ്രൊഫൈൽ ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് കട്ടിംഗ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു മെഷീനിൽ നമ്മൾ ഫസ്റ്റ് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നതിന്റെ ലോക്ക് ഏതാ വരുന്നതെന്നാണ്. ഇപ്പൊ നമുക്ക് ചിലവർക്ക് ചിലപ്പം ജസ്റ്റ് ചെറിയ വിൻഡോസ് ഒക്കെയാണ്, ജസ്റ്റ് ടച്ച് ലോക്ക് എന്ന് പറഞ്ഞോ ആയിരിക്കാം, അല്ലാതെ രണ്ട് സൈഡ് ലോക്ക് വരുന്ന ടൈപ്പ് ഉണ്ടാവും. അപ്പൊ അതാദ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ലോക്ക് കട്ടിങ്ങിലേക്ക് കൊടുക്കണം. പിന്നെ ഇത് നമ്മുടെ ലോക്ക് കട്ടിംഗ് മെഷീൻ ആണ് വരുന്നത്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് ലോക്ക് കട്ടിങ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രെയിൻ ഹോൾ സ്ലോട്ട് കട്ടിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസിലൊക്കെ ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഉള്ളിൽ നമ്മൾ തങ്ങി നിൽക്കാൻ പാടില്ലല്ലോ. അപ്പൊ ആ വെള്ളം പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രെയിൻ സ്ലോട്ട് കട്ടിംഗ് ആണ് അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന മെഷീനാണ് ഈ ഒരു സ്ലോട്ട് കട്ടിംഗ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ എല്ലാ മെഷീൻസും വരുന്നത് യൂറോപ്യൻ മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ പേടിക്കുക വേണ്ട. കഴിഞ്ഞതിന് ശേഷം അടുത്ത വരുന്ന പ്രോസസ്സാണ് നമ്മുടെ എറക്ഷനോൾ കട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം നമുക്ക് വാളിൽ വിൻഡോ ഫിറ്റ് ചെയ്യുന്നെങ്കിൽ അതിൽ സ്ക്രൂ ചെയ്യാനുള്ള ഹോൾസ് വേണമല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എറക്ഷനോൾ കൊടുക്കുന്നുണ്ട്. വെൽഡ് ചെയ്തെടുത്തു. വെൽഡ്. അപ്പൊ നമ്മൾ സ്റ്റീൽ ഇട്ടതിന് ശേഷം എറക്ഷനോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പോകുന്ന സെക്ഷൻ ആയിരുന്നു വെൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ വെൽഡിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ കോർണർ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കും, കാണാനും വൃത്തികേടായിരിക്കും. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന CNC ക്ലീനിങ് മെഷീൻ ആണ്. നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ ഗ്രൂ അവര് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മള് ഏകദേശം ഒരു ഫൈനലിലേക്ക് വന്നു കേട്ടോ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാല് ഈ ഗ്ലാസിന് ഫ്രെയിമിന്റെ മേലും ബീഡിങ്ങിന്റെ മേലും ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ടൈറ്റ് മാത്രം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കിടക്കാൻ പാടില്ല, ഒന്നും കയറാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്യാസ്കറ്റുകളാണത്. ഇത് നോർമൽ ഗ്യാസ്കറ്റ് അല്ല, സാധാരണ പലരും യൂസ് ചെയ്യുന്ന TPE ഗ്യാസ്കറ്റുകളാണ്. പെട്ടെന്ന് റസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ദ്രവിച്ചു. പക്ഷെ ഇത് EPDM ഗ്യാസ്കറ്റുകളാണ്. അതും നമ്മൾ പുറത്തുനിന്ന് തന്നെ വരുന്ന ഒസാക്കയുടെ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡീഗ്രേഡ് ആയി പോവില്ല, ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് ഇവര് നല്ല വിശാലമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അവരുടെ സർവീസും അത്രയും നല്ലതായിരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.